ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വിജയദശമി ആശംസകൾ നേരുകയാണ്. വിജയദശമി ദിനമായിട്ട് നമുക്ക് സന്തോഷമുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ 2024 RRB ചെന്നൈയുടെ ഫസ്റ്റ് പാനൽ ഔട്ടായിരിക്കുകയാണ്. സ്കോറിൻ്റെ കുട്ടികളും ആ ലിസ്റ്റിനകത്തുണ്ട്. അത് വളരെയധികം സന്തോഷത്തോടു കൂടെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന എക്സാമിന് ഇതിന് മുന്നേ പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണിത്. കാരണം ഈ പരീക്ഷയെ അറിയുക, പരീക്ഷയുടെ സാധ്യതകൾ, അവസരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരാനിരിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ട് കിട്ടിയ ആ കുട്ടികളെ പോലെ തന്നെ അടുത്ത വർഷം നിങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു കേന്ദ്ര സർക്കാർ ജോലിയിൽ എത്തിപ്പെടുന്നതിന് വേണ്ടി പരീക്ഷയെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കടമ്പ. അപ്പോൾ അതിനു വേണ്ടി പരീക്ഷയെ 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരിക. അതുകൊണ്ടാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോ യുവർ എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷനുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ വർഷത്തെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാൾ വഴികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആർക്കെല്ലാമാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷം പറ്റിയിരുന്നത്, എക്സാമിന് എത്ര സ്റ്റേജുകൾ ഉണ്ടായിരിക്കും, എക്സാമിൻ്റെ പാറ്റേൺ എന്തായിരിക്കും, കഴിഞ്ഞ വർഷത്തെ ടയർ 1-ന്റെ CBT 1-ന്റെ കട്ട് ഓഫ് എന്തായിരിക്കും. കാരണം ടയർ 2-ന്റെ കട്ട് ഓഫ് ഞാൻ ഓൾറെഡി മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ ഒന്നാമത്തെ ടയറിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ സിലബസ് എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ സെഷനിൽ. പ്രധാനമായിട്ടും 2024 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഈ പറഞ്ഞിട്ടുള്ള പോയിന്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. 2025 RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 31 വരും. ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു മാസം മാത്രമാണ് നോട്ടിഫിക്കേഷൻ ഉള്ളത്. നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 100-120 ദിവസത്തിനുള്ളിൽ തന്നെ പരീക്ഷ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ എക്സാമിനെ മനസ്സിലാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. അവസരങ്ങൾ, സാധ്യതകൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, നഷ്ടപ്പെടുത്തി കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി ഈ കാണുന്നതാണ് ഇത്തവണത്തെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ചെന്നൈ RRBയിൽ നിന്ന് മാത്രം ഇലക്ട്രിക്കൽ ട്രേഡുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ 10-ൽ പരം കുട്ടികളാണ് നമ്മുടെ റിസൾട്ടിനകത്തുള്ളത്. ഈ റിസൾട്ടുകൾ ഇപ്പോഴും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇത്തവണത്തെ നമ്മുടെ വിജയികൾ എന്ന് പറയുന്നത്. അടുത്ത വർഷം ഇതേപോലെയുള്ള ഒരു വിജയം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി 5 കോഴ്സുകളാണ് ഇറക്കിയിട്ടുള്ളത്. 5 കോഴ്സുകളാണ് ഈ പറയുന്ന വിദ്യാരംഭവുമായിട്ട് പ്രമാണിച്ചുകൊണ്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 5 കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കോഴ്സുകൾ മാത്രം താല്പര്യമുള്ള കുട്ടികൾ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പം RRB ഈ പറഞ്ഞ പോലെ സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളാണെന്നുണ്ട്, നിങ്ങൾക്ക് നോൺ ടെക്നിക്കൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോൺ ടെക്നിക്കലിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമ്മുടെ എത്ര മനോഹരമായിട്ടാണ് ഈ പറയുന്ന നോൺ ടെക്നിക്കലിൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇലക്ട്രിക്കലിൻ്റെ JE ബാച്ച് ഉണ്ട്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സിൻ്റെ JE ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിനി നോൺ ടെക് വേണ്ട, ടെക്നിക്കൽ മാത്രം പഠിച്ചാൽ മതി. നോൺ ടെക്നിക്കൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേരള PSCയോ മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും, NTPC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടെക്നിക്കലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ടെക്നിക്കലിൻ്റെ ഇലക്ട്രോണിക്സ് ബാച്ചും ടെക്നിക്കലിൻ്റെ ഇലക്ട്രിക്കൽ ബാച്ചും നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ വിദ്യാരംഭമായിട്ട് നമ്മളിതായി നിങ്ങൾക്ക് വേണ്ടി മിഷൻ RRB JE ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായി, നമ്മുടെ ഫാമിലിയുടെ ഭാഗമായി അടുത്ത വർഷത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പഠിച്ച് തുടങ്ങാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സെഷനിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ JE എക്സാമിനെ പറ്റി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്? ആദ്യം കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാൾ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം RRB ജൂനിയർ എഞ്ചിനീയർ 2024 നേരത്തെ നമ്മൾ ആ ലിസ്റ്റിനകത്ത് കണ്ട വിജയികൾ, ആ ലിസ്റ്റിൽ കണ്ടിട്ടുള്ള കുട്ടികളെല്ലാവരും സഞ്ചരിച്ചിട്ടുള്ള നാൾ വഴികളാണിത്. 2025 ഇനി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ സഞ്ചരിക്കാൻ പോകുന്ന നാൾ വഴികളാണ് ഇപ്പുറത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അവസാനം ഈ ഫസ്റ്റ് പാനൽ വരുന്ന ദിവസം നിങ്ങളും ആ പോസ്റ്ററിനകത്ത് ഇടം പിടിച്ചിരിക്കണം. അപ്പോൾ 2024 നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിരിക്കുന്നത് ജൂലൈ 27 കഴിഞ്ഞ വർഷം ജൂലൈ 27. ഏകദേശം 120 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 6 മുതൽ 13 വരെ പേപ്പർ 1 അല്ലെങ്കിൽ CBT 1-ന്റെ പരീക്ഷ കണ്ടക്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ 120 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. 2025 നോട്ടിഫിക്കേഷൻ പുറത്തു വരാനായിട്ട് പോകുന്ന ഒക്ടോബർ 31 എക്സാം ഫെബ്രുവരി മുതൽ മാർച്ച് മാസത്തിനകം നടക്കും. കഴിഞ്ഞ വർഷത്തെ കണക്കാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് RRBക്ക് എക്സാം കണ്ടക്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല.
പലരും പല ചാനലുകളിലും കമൻറ്റ് ബോക്സുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ കഴിഞ്ഞിട്ടില്ല, ടെക്നീഷ്യൻ ഗ്രേഡ് 1 കഴിഞ്ഞിട്ടില്ല, ടെക്നീഷ്യൻ ഗ്രേഡ് 3 കഴിഞ്ഞിട്ടില്ല, സെക്ഷൻ കൺട്രോളർ എക്സാം കഴിഞ്ഞിട്ടില്ല, ഈ എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ടല്ലേ JEE എക്സാം ഉണ്ടായിരിക്കുക എന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടായിരിക്കും. ആ ധാരണ ശരിയായിട്ടുള്ള ധാരണയാണ്. പക്ഷേ ഈ പറഞ്ഞ പരീക്ഷകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ RRBക്ക് നിസ്സാര സമയം മതി. കഴിഞ്ഞ വർഷം അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഇന്ന് റിസൾട്ട് വന്നിരിക്കുകയാണല്ലോ. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അതിൻ്റെ CBATൻ്റെ റിസൾട്ട് വന്ന് അതിൻ്റെ റോൾ നമ്പർ ലിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പല RRBകളിലായിട്ട് അല്ലേ. അപ്പോൾ ഈ വന്നിരിക്കുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ CBT 1 ഷോർട്ട് നോട്ടീസിലാണ് RRB കണ്ടക്ട് ചെയ്തത്. കുറേ വർഷം അല്ലെങ്കിൽ കുറേ മാസക്കണക്കിന് നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് എക്സാം കണ്ടക്ട് ചെയ്യാതെ ലാഗായി ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് നവംബർ മാസം എക്സാം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. അതേപോലെ തന്നെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വേണമെങ്കിൽ നവംബർ മാസത്തിലെ ALPയുടെ എക്സാമിൻ്റെ ഡേറ്റ് വരാം. ടെക്നീഷ്യൻ്റെ എക്സാം ഡിസംബർ മാസത്തിൽ വരാം. കഴിഞ്ഞ വർഷം അങ്ങനെയാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ JEEയുടെ എക്സാം നോട്ടിഫിക്കേഷൻ ഇട്ടതിന് ശേഷം കണ്ടക്ട് ചെയ്യാനായിട്ട് RRBക്ക് പ്രത്യേകിച്ച് പാടൊന്നുമില്ല. നിങ്ങൾ RRBനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് അല്ലേ. അപ്പോൾ 120 ദിവസത്തിനകം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. CBT 2 ഏപ്രിൽ 22-നും ജൂൺ 4-നുമായിട്ട് കണ്ടക്ട് ചെയ്തിരുന്നത്. ഇത് അടുപ്പിച്ച ഡേറ്റിൽ കണ്ടക്ട് ചെയ്യേണ്ടതായിരുന്നു. ചില ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പിൻ്റെ എക്സാം മാറ്റി വെച്ചു ജൂൺ 4-ന്. ജൂലൈ 2-ന് ഫസ്റ്റ് കണ്ടക്ട് ചെയ്ത കൂട്ടരുടെ റിസൾട്ടും ജൂലൈ 22-ന് രണ്ടാമത് കണ്ടക്ട് ചെയ്ത കൂട്ടരുടെ CBT 2 ടയർ 2ൻ്റെ റിസൾട്ടും പുറത്തുവിട്ടു. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തു. സെപ്റ്റംബർ 30-ന് ചെന്നൈ RRBയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇനി ഓരോ RRBകളായിട്ട് അവരവരുടെ ആദ്യത്തെ പാനലിൽ വിളിക്കുന്നുണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വർഷത്തെ താരതമ്യം ചെയ്തുകൊണ്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ്സ് ആണ് ഞാൻ അപ്പുറത്തെ കോളത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റിനകത്ത് നിങ്ങൾ ഈ എക്സാമിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എക്സാമിൻ്റെ ഡേറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിനകത്ത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിനാണ് അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റ്സിനാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ CEN 03/2024 എന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ആ നോട്ടിഫിക്കേഷനിലെ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വരെയുള്ള ജനറൽ EWSകാർക്ക് മറ്റു കാറ്റഗറിയുടെ ഏജ് റിലാക്സേഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഇതൊന്ന് ക്ലാരിഫൈ വരുത്തട്ടെ. ഇവർക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയായിരുന്നു അക്കോർഡിംഗ് ടു ദിസ് നോട്ടിഫിക്കേഷൻ, 2024 നോട്ടിഫിക്കേഷൻ. പക്ഷേ അവിടെ വ്യക്തമായിട്ട് RRB പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? COVID-19 എന്ന് പറയുന്ന ആ പാൻഡമിക് കാരണം അധിക 3 വർഷം അപ്പർ ഏജ് റിലാക്സേഷൻ കൊടുത്തതാണ് എന്ന്. അതായത് ഒറിജിനൽ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 കോവിഡ് കാരണം 2024 ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു അധികം 3 വർഷം ഏജ് റിലാക്സേഷൻ കൊടുത്തു എന്ന്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ 2025 നോട്ടിഫിക്കേഷനിൽ അപ്പർ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള UR EWS കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവരിൽ നിന്നും എത്ര വർഷം കൂടെ കൂട്ടി? 3 വർഷം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള OBC NCLകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവരിൽ നിന്നും 5 വർഷം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള SC ST കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഏറ്റവും ആദ്യത്തെ ക്രൈറ്റീരിയ. ഈ പ്രായപരിധിയിലുള്ള ആളുകൾക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഐഡിയ നിങ്ങൾക്ക് കിട്ടി. രണ്ടാമത്തെ ഐഡിയ എന്താണ്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. പ്രായപരിധി മനസ്സിലായി. എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ബിടെക്കോ ഡിപ്ലോമയോ ഉള്ള ആളുകൾക്ക് ഏതൊക്കെ ബ്രാഞ്ചുകളിൽ? മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എന്ന് പറയുന്ന ഒരു എക്സാം ഗ്രൂപ്പ് ഉണ്ട്. പ്രധാനമായിട്ടും 6 എക്സാം ഗ്രൂപ്പുകളിലേക്കാണ് കഴിഞ്ഞ വർഷം എക്സാം കണ്ടക്ട് ചെയ്തത്. 6 എക്സാം ഗ്രൂപ്പുകളിലേക്കായിട്ടാണ് കഴിഞ്ഞ വർഷം ജൂനിയർ എഞ്ചിനീയർ എക്സാം കണ്ടക്ട് ചെയ്തത്. അതിലൊന്ന് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് ആയിരുന്നു, 2 ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് ആയിരുന്നു, 3 ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ആയിരുന്നു, 4 സിവിൽ ആൻഡ് അലൈഡ് ആയിരുന്നു. ഓക്കെ, ഇതിൻ്റെ പുറത്ത് എന്തുണ്ടായിരുന്നു? ഈ പറഞ്ഞ പോലെ കെമിക്കലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് 2 ഗ്രൂപ്പുകളും കൂടെ എക്സാമിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളുടെ കാര്യമാണ്. കാരണം ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഈ CMA ഗ്രൂപ്പിനെ പറ്റിയിട്ട് കാര്യമായിട്ട് നമ്മൾ നിലവിൽ വന്നിട്ടുള്ള നോട്ടീസിനകത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 4 കാറ്റഗറീനെ ഫോക്കസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ
മെക്കാനിക്കലുകാർക്ക് പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിങ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീൻ എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് മെഷീൻ എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും കോമ്പിനേഷനിലുള്ള ആളുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സിൽ 3 ഇയർ ഡിപ്ലോമയോ ബാച്ചിലർ ഡിഗ്രിയോ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ. ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിനകത്ത് ആർക്കൊക്കെ ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷവും നമ്മൾ ആ വീഡിയോസ് ചെയ്തതാണ്, ഈ വർഷം എന്തായാലും ആ വീഡിയോസ് ചെയ്യും. ഓക്കെ, ഇതാണ് മെക്കാനിക്കലുകാരുടെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും കൂടെ വരും, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പോസ്റ്റുകളാണ് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡിനകത്ത് വരുന്നത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അപ്പോൾ ഒബിയസ്ലി എന്ത് വരും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വരും. ഇനി ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോളിംഗ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ എന്തിനെങ്കിലും കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ? അതെ. അങ്ങനെയുള്ള ആളുകൾക്ക് 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാമായിരുന്നു, ജൂനിയർ എഞ്ചിനീയർ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇനി സിവിലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. പക്ഷേ BSc എത്ര വർഷത്തെ ആയിരിക്കണം, 3 വർഷത്തെ ആയിരിക്കണം. അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രായപരിധി നിങ്ങൾക്ക് മനസ്സിലായി, ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അടുത്തത് നമ്മൾ എന്താണ് നോക്കാനായിട്ട് പോകുന്നത്, എത്ര പോസ്റ്റുകളിലേക്കായിട്ടാണ് എക്സാം വിളിച്ചത്. കഴിഞ്ഞ വർഷം 32 പോസ്റ്റുകളിലേക്കായിട്ടാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം വിളിച്ചത്. ആ 32 പോസ്റ്റുകൾ ഇവിടെ കാണിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഈ വരുന്ന 2025 നോട്ടിഫിക്കേഷനിൽ എത്ര പോസ്റ്റാണോ അപ്ലൈ ചെയ്യാനുള്ളത് ആ എല്ലാ പോസ്റ്റും, ആ പോസ്റ്റിൻ്റെ പ്രത്യേകതകൾ, ആ പോസ്റ്റ് എവിടെയാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക, അതിൻ്റെ ജോബ് നേച്ചർ എന്തായിരിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ തരുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം നമ്മൾ എത്രമാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത്, അല്ലേ? അപ്പോൾ 32 പോസ്റ്റുകളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. 32 തസ്തികകളിലേക്ക് നേരത്തെ പറഞ്ഞ ഈ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുകളിലുള്ള ആളുകൾക്ക് 18 വയസ്സിനും 33 വയസ്സിനും ഇടയിൽ പ്രായപരിധിയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിനും 18 തൊട്ട് 36 വരെയുള്ള OBC-കാർക്കും 18 തൊട്ട് 38 വരെയുള്ള SC/ST കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ ആണല്ലോ? ഇനി എക്സാമിന് എത്ര സ്റ്റേജുകളുണ്ട്? പ്രധാനമായിട്ടും ഈ കാണുന്ന 3-4 സ്റ്റേജുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. 3 സ്റ്റേജായിട്ട് കൂട്ടാം. ഒന്ന് CBT 1. നിങ്ങൾ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 31 തീയതി വരുന്നു. ഒക്ടോബർ 31 തൊട്ട് നവംബർ 30 വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലിങ്ക് ലൈവ് ആയിരിക്കും ഈ വരുന്ന 2025. അന്ന് എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടുള്ള CBT 1 ആണ്. പിന്നെ ഒരു CBT 2 ഉണ്ടായിരിക്കും. ഈ CBT 1 കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, ഞാനത് പറയുന്നില്ല. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതെന്താണ്, ഇത് ക്വാളിഫയിങ് നേച്ചറാണ്. ക്വാളിഫയിങ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBT 1 നിങ്ങൾ 100-ൽ 100 മാർക്ക് വാങ്ങിച്ചാലും അത് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ആ മാർക്ക് കൗണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. എപ്രകാരമാണോ ഡിഗ്രി ലെവൽ കേരള PSCയിലെ ജനറൽ PSC എക്സാംസിന് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിലിംസ് ഉള്ളത്, അതുപോലൊരു പ്രിലിംസ് മാത്രമാണ് CBT 1. അതുകൊണ്ട് അതെന്താണ്, ക്വാളിഫയിങ് നേച്ചർ ഉള്ളതാണ്. ഇനി ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്താണ്, 100 ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും, 90 മിനിറ്റിൻ്റെ പരീക്ഷയായിരിക്കും. ഒരു ചോദ്യത്തിന് 1 മാർക്ക് വെച്ച് 100 മാർക്കിനായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്ക് -1/3. ഓക്കെ, 100 ചോദ്യങ്ങളുണ്ടായിരിക്കും, 100 മാർക്കായിരിക്കും, 90 മിനിറ്റ് ആയിരിക്കും. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, നെഗറ്റീവ് -1/3 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഓക്കെ, CBT 1 ക്വാളിഫയിങ് നേച്ചർ ഉള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ഇൻ നേച്ചറാണ്. ഇവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. ഈ എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ സിലബസ് ഉള്ളതാണ്. നിങ്ങൾ ടെക്നിക്കൽ എത്ര പുലിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം കടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ കടമ്പ കടന്നാലാണ് ടെക്നിക്കലുള്ള രണ്ടാമത്തെ എക്സാമിന് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒന്നാമത്തെ കടമ്പയിലെ പ്രശ്നം എന്താണ്, അത് നോൺ ടെക്നിക്കൽ സ്വഭാവമുള്ളവയാണ്. നോൺ ടെക്നിക്കൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് GK പഠിക്കാനുണ്ടോ. GK എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം വാസ്റ്റാണ്. ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, അല്ലെ, കറണ്ട് അഫയേഴ്സ്, സയൻസ് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാനുണ്ട്, മാത്സ് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്, റീസണിങ് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഇത്രയും പഠിച്ച് അതിനകത്ത് നിന്ന് മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾ CBT 1 കടക്കുള്ളൂ. ആൻഡ് ഇത് ക്വാളിഫയിങ് നേച്ചറുള്ളതാണ്. CBT 1 വേക്കൻസീനെ ഞാൻ V എന്ന് ഡിനോട്ട് ചെയ്യാണ്. നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. V വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളെയാണ് എങ്ങോട്ട് എടുക്കുന്നത്, CBT 2 എടുക്കുന്നത്.
വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളെ CBT 1 ക്വാളിഫൈ ചെയ്യിപ്പിച്ച് എങ്ങോട്ട് എടുക്കുന്നു? CBT 2 എടുക്കുന്നു. CBT 2 പ്രത്യേകത എന്താണ്? CBT 2 എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ആണ്. CBT 2 നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ മാർക്കും എത്ര പോസ്റ്റുകൾക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നു? നിർണ്ണയിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 32 പോസ്റ്റുകളിൽ നിങ്ങൾ ഇപ്പോൾ ഒരു 18 പോസ്റ്റാണ് നിങ്ങളുടെ ട്രേഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ 18 പോസ്റ്റുകൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ക്വാളിഫൈ ചെയ്യും. മാർക്ക് കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന പോസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞും വരാം. ഓക്കെ, അപ്പോൾ അത് റാങ്ക് മേക്കിംഗ് ആണ്. ഇതിൽ കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നു. ഈ പരീക്ഷയിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് 50 ക്വസ്റ്റ്യനുള്ള 50 മാർക്കുള്ള നോൺ ടെക്നിക്കൽ പാർട്ട്. അതെ, CBT 2 നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്? നോൺ ടെക്നിക്കൽ പഠിക്കാനുണ്ട്. പോരാത്തതിന് 50 ക്വസ്റ്റ്യൻ ആണ്, 50 ക്വസ്റ്റ്യനുള്ള 50 മാർക്കുള്ള. പോരാത്തതിന് 100 ക്വസ്റ്റ്യൻ 100 മാർക്കുമുള്ള ടെക്കും പഠിക്കാനുണ്ട്. ആൻഡ് ഈ പരീക്ഷയുടെ ആകെ സമയം എന്ന് പറയുന്നത് 120 മിനിറ്റ് അല്ലെങ്കിൽ 2 മണിക്കൂർ ആണ്. 2 മണിക്കൂർ കൊണ്ട് 150 മാർക്കിൻ്റെ പരീക്ഷയായിരിക്കും. അതിൽ 100 മാർക്ക് ടെക്നിക്കലായിരിക്കും, 50 മാർക്ക് നോൺ ടെക്നിക്കലായിരിക്കും. ആ നോൺ ടെക്നിക്കലെ കുറച്ചൊക്കെ നിങ്ങൾ ഇവിടെയും പഠിച്ച് കാണിരിക്കും. ആൻഡ് ഈ CBT 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്? റാങ്ക് മേക്കിംഗ് ആണ്. ഇതിൽ കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷമാണ് മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ തന്നെ പറയാനുള്ള വകുപ്പുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ ഈ സ്കോർ അക്കാഡമിയുടെ ചാനലിൽ CBT 2 റിസൾട്ട് വന്നതിന് ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ്. ക്വാളിഫൈ ചെയ്തിട്ടുള്ള കുട്ടികൾ ആ വീഡിയോ ഉപകാരപ്പെട്ടു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മളിവിടെ വെബിനാറുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനെ ഒരു 3rd സ്റ്റേജ് ആയിട്ട് തന്നെ പരിഗണിക്കണം. RRB എക്സാംസിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും പോയിട്ടുള്ള കുട്ടികൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ നൂലാമാലകൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതൊരു 3rd സ്റ്റേജ് ആയിട്ട് പരിഗണിക്കണം. ഈ 2 റിട്ടേൺ എക്സാമുകളും പാസ്സായി കഴിഞ്ഞാലും കഴിഞ്ഞില്ല മക്കളെ, ഇതിനകത്താണ് ഇതിൻ്റെ കളിയിരിക്കുന്നത്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെ ഫേസ് ചെയ്യണോ, അതിൻ്റെ നൂലാമാലകൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ആ സമയമാകുമ്പോൾ നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. എനിവേ ഈ 3 സ്റ്റേജുകളിലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതാവുക? RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ എക്സാമിനേഷൻ സ്റ്റേജസ്. ഓക്കെ, ഇനി എന്താണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. CBT 1 100 മാർക്ക് 90 മിനിറ്റ് ആണ്. ആ 100 മാർക്കിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മളോട് കൊടുത്തിരിക്കുന്നത്? 15 മാർക്കിൻ്റെ GK. പക്ഷേ ഈ 15 മാർക്കിൻ്റെ GK ഇവിടെയുണ്ട്. പിന്നെ 30 മാർക്കിൻ്റെ മാത്സ്, 25 മാർക്കിൻ്റെ റീസണിങ്, 30 മാർക്കിൻ്റെ ജനറൽ സയൻസ് ഇവിടെയുണ്ട്. CBT 2 വരുമ്പോൾ 15 മാർക്ക് GK, 15 മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി, 10 മാർക്ക് കമ്പ്യൂട്ടർ, 10 മാർക്ക് എൻവയോൺമെൻറ്റ്, 100 മാർക്കിൻ്റെ ടെക്നിക്കൽ. ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 15 ഇത് നിങ്ങൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കടക്കില്ല. നിങ്ങൾ ഈ 100-ൽ 15 ഒഴിവാക്കി ബാക്കി 85 മാർക്കിനാണ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നതെന്ന് വിചാരിക്കുക, പെട്ടുപോകും. കാരണം എന്താ? കട്ട് ഓഫ് ഞാൻ കാണിച്ചു തരാം. കട്ട് ഓഫ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. മാത്രമല്ല ഈ 15 നിങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എവിടെയും കിട്ടും? ടയർ 2-ലും കിട്ടും. ടയർ 2 എന്താണ്? റാങ്ക് മേക്കിംഗ് ആണ്. സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? റീസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സയൻസ് നോക്കാം. സയൻസിന് 30 മാർക്കുണ്ട്. സയൻസ് ഇവിടെ 15 മാർക്കിന് ഫിസിക്സും കെമിസ്ട്രിയും ചോദിക്കുന്നുണ്ട്. ഇവിടെ 10 മാർക്ക് വീതം ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടയർ 1-ന് പഠിക്കുന്ന ഈ 2 നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എവിടെയും വരും? ഉപകാരത്തിൽ ടയർ 2-ലും വരും. ആൻഡ് ടയർ 2 നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന, നിങ്ങൾ എത്ര പോസ്റ്റുകൾ ക്ലിയർ ചെയ്യുന്നു എന്ന് നിശ്ചയിക്കുന്ന ഒരു ഘട്ടം കൂടിയാണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമിനേഷൻ പാറ്റേണിനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി ഇത് മുന്നത്തെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന, ഇപ്പോൾ ഇന്നലെ റിസൾട്ട് വന്നത് ഈ ചെന്നൈ RRB ആണ്. ഇനി റിസൾട്ട് വരാനുള്ള മുംബൈ, ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, സെക്കന്ദരാബാദ്. ഇത് സൗത്ത് ഇന്ത്യയിലെ RRBസിനെ മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ 21 RRBs ഇന്ത്യയിലുണ്ട്. 21 RRBകളിലേക്കായിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അതിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ നാടിനോട് ചേർന്ന് കിടക്കുന്ന, നാടിനോട് ചേർന്ന് ജോലി കിട്ടാൻ താല്പര്യമുള്ള കുട്ടികളാണ് കൂടുതലും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന 5 RRBs സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 5 RRBയിലെയും ടയർ 1-ൻ്റെ, അതായത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിൻ്റെ വേരിയേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ് ഈ 56 എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 32 പോസ്റ്റുകളിലേക്കാണ് പരീക്ഷ എന്ന് അല്ലേ. അതിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് ചെന്നൈയിൽ വന്നിരിക്കുന്നത് 56 മാർക്കാണ് URന്. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്ന പോസ്റ്റ് 78 മാർക്കുള്ള ഒരു പോസ്റ്റാണ്. അതാണ് ആ വേരിയേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. 32 പോസ്റ്റുകളുടെ വേരിയേഷനാണ് ഈ പറയുന്ന മാർക്കുകൾ. ഇതിനർത്ഥം എന്താ? നിങ്ങളൊരു സേഫായിട്ട് ഒരു എത്ര സ്കോർ നേടിയാലാണ് നിങ്ങൾ CBT 1-ൽ നിന്ന് CBT 2-ലേക്ക് പോകാൻ പറ്റുക? ചുരുങ്ങിയത് ഒരു 3-4 പോസ്റ്റെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്താലാണ്
നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സേഫായിട്ട് ഓക്കെ ഞാൻ ഇത്രയും പോസ്റ്റുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് CBT2 ഉഷാറായിട്ട് പഠിച്ചാൽ എനിക്കൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എത്രയാണ്? URL 77 മാർക്ക്, EWSൽ 67, OBCയിൽ 74, SCയിൽ 67, STയിൽ 63. ഈ രീതിയിലുള്ള മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ഏത് RRBയിൽ അപ്ലൈ ചെയ്താലും നിങ്ങൾ സേഫ് ആണ് എന്നൊരു തോന്നലോടുകൂടെ നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇത് കഴിഞ്ഞ വർഷത്തെ സേഫ് സ്കോറാണ്. കഴിഞ്ഞ വർഷം ഈ വർഷം വരാനിരിക്കുന്ന എക്സാമിനേക്കാൾ 3 ഇരട്ടി ഒഴിവുകളുണ്ടായിരുന്നു അല്ലേ? ഏകദേശം 8000-ഓളം ഒഴിവുകളുണ്ടായിരുന്ന സമയത്ത് കട്ട് ഓഫിൻ്റെ സേഫ് സ്കോറാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. സേഫ് സ്കോർ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയാൽ സേഫായിട്ട് നിങ്ങൾക്ക് ഇരിക്കാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ താഴെ പോയിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടും. ഇപ്പം 56 കട്ട് ഓഫ് വന്നിട്ടുള്ളത് UR നോക്കി കഴിഞ്ഞാൽ 77 കിടക്കുന്നത് അല്ലേ? പക്ഷേ ഈ ഇത്രയും മാർക്ക് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫാണ്. നിങ്ങൾ ഏത് RRBയിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ സേഫാണ് എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിൽ ഒരു സേഫ് സ്കോർ ഇവിടെ ഉണ്ട്. 3-1 ഒഴിവ് ഇത്തവണ ഉള്ളൂ. അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നോൺ ടെക്നിക്കൽ പാർട്ട് അല്ലെങ്കിൽ ടയർ 1 എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ GKയുടെയും സയൻസിൻ്റെയും മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അത് മാത്രമാണോ? അല്ല, സിലബസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് CBT1ൻ്റെ സിലബസ് എന്ന് പറയുന്നത്. മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, GK ഉണ്ട്, സയൻസ് ഉണ്ട്. ഇതിൽ ഓരോ സബ്ജക്റ്റുകളും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിനകത്ത് തന്നെ നമുക്ക് ഓറിയൻറ്റേഷൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. നമുക്ക് ഒരു സ്കോർ റെയിൽവേ മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ പരീക്ഷകളുടെ എല്ലാ അപ്ഡേറ്റുകളും തരുന്ന മറ്റൊരു യൂട്യൂബ് ചാനൽ കൂടെയുണ്ട്. ആ ചാനൽ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ആ ചാനലും ഫോളോ ചെയ്യുക. സ്കോർ അക്കാഡമിക് ഒരു ചാറ്റ് റൂമുണ്ട്, പവർ സർക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പാണ്. സ്കോർ റെയിൽവേ മലയാളത്തിന് ഒരു ചാറ്റ് റൂമുണ്ട്, അതൊരു ഓപ്പൺ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ സ്കോർ റെയിൽവേയുടെ അല്ലെങ്കിൽ സ്കോർ അക്കാഡമിയുടെ ഈ 2 ചാനലുകളും 2 ചാനലുകളുടെയും സോഷ്യൽ മീഡിയാസ് നിങ്ങൾ പരമാവധി ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പ്രധാനപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഈ ചാനലുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് CBT1ൻ്റെ സിലബസ്. ഇതാണ് CBT2ൻ്റെ സിലബസ്. ഞാൻ നേരത്തെ പറഞ്ഞ GK ഇവിടെയും വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞ സയൻസിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും ഇവിടെയും വരുന്നുണ്ട്. സിലബസുകൾ തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് ഈ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം? ജൂനിയർ എഞ്ചിനീയർ എക്സാം RRB ആണ്, കേന്ദ്ര സർക്കാരാണ്, നാട്ടിൽ ജോലി കിട്ടുമോ? പലരും പറയുന്നത് പട്ടിപ്പണിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷാവർഷം എക്സാം വിളിക്കുന്ന കാര്യം. കേരള PSC 3 വർഷം കൂടുമ്പോഴാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത്. RRB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷാവർഷം എക്സാം കണ്ടക്ട് ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഫാസ്റ്റാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജൂലൈ 27-ന് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കണ്ടക്ട് ചെയ്ത് സെപ്റ്റംബർ 30 പാനൽ വന്നു RRB ചെന്നൈയുടെ കേസിൽ അല്ലേ? ഒരു വർഷം കൊണ്ട് തന്നെ അവരുടെ ജോലി ഏകദേശം തീരുമാനമായി, കുട്ടികൾ ജോലിക്ക് കയറുകയാണ്. നോട്ടിഫിക്കേഷൻ വന്ന ഒരു വർഷത്തിനുള്ളിൽ ജോലിക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സ്പീഡ്. മൂന്നാമത്തെ കാര്യം സാലറി വലിയൊരു ഘടകമാണ്. എന്തിനാണ് എല്ലാവരും ഈ പറയുന്ന പോലെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ജോലികളുടെ പുറകെ പോകുന്നത്? ഒന്ന് ജോബ് സെക്യൂരിറ്റിയും 2 സാലറിയുമാണ്. ഇത് രണ്ടും എന്തിനുണ്ട്? RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിനുണ്ട്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാമാണ്. പൊതുവേ ഈ പോസ്റ്റുകളെല്ലാം തന്നെ നോർത്ത് ഇന്ത്യക്കാരാണ് അടിച്ചുകൊണ്ട് പോകുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ ഇതിനു വേണ്ടി അധികം മെനക്കെടാത്തതുകൊണ്ട്. പക്ഷേ ഇത്രയും അവസരങ്ങൾ ഉണ്ടായിട്ട് 2000, 5000 ഒഴിവുകൾ ഓരോ വർഷവും ടെക്നിക്കൽ കുട്ടികൾക്ക് വേണ്ടി മാത്രം വന്നിട്ടും നമ്മുടെ നാട്ടിലെ കുട്ടികൾ അത് അപ്പോയിൻറ്റ് അല്ലെങ്കിൽ അതിനെ അറ്റൻഡ് ചെയ്യുന്നില്ല, അതിന് വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ? ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്. അതാണ് ഇതിൻ്റെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ചാർട്ട് നോക്കുക. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടി, നിങ്ങൾക്ക് നോൺ ടെക്നിക്കലാണ് നിങ്ങളുടെ പാർട്ട് A എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത്. ടെക്നിക്കലാണ് ടയർ 2 എന്ന് പറയുന്നത്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ടയർ 1 പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഉപകാരപ്രദമായിരിക്കും. NTPC പരീക്ഷ, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഉപകാരപ്രദമായിരിക്കും. അതെന്ത് വർത്താനം സാർ, അതെങ്ങനെ ഉപകാരപ്രദമാവുന്നതെന്നായിരിക്കും ചോദിക്കുക അല്ലേ? NTPC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വരുമ്പോൾ 30 മാർക്കിന് എന്തുണ്ട്? മാത്സ് ഉണ്ട്. 30 മാർക്കിന് എന്തുണ്ട്? റീസണിങ് ഉണ്ട്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഇത് NTPCയുടെ സിലബസ് ആണ്. ബാക്കി 40 മാർക്കിന് GK. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 55 മാർക്കിന് മാത്സ് പ്ലസ് റീസണിങ്. അപ്പോൾ ഈ പഠിക്കുന്ന സംഭവം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. 15 മാർക്കിന് GK. ഇത് നിങ്ങൾക്ക് ഇവിടെ ഉപകാരപ്രദമായിരിക്കും. NTPCയുടെ ഇത്തവണത്തെ കട്ട് ഓഫ് ഒക്കെ വന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 70 ആ ഒരു റേഞ്ചാണ് അല്ലേ? ഒരു 65 അല്ലെങ്കിൽ ഒരു 75 to 80 റേഞ്ചിനകത്ത് അല്ലെങ്കിൽ 70 to 80 റേഞ്ചിനകത്താണ് നോർമൽ കട്ട് ഓഫ് അല്ലെങ്കിൽ ജനറൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ടയർ 1ൻ്റെ. അപ്പോൾ ഒന്നുകൂടെ ഉഷാറായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ക്രാക്ക് ചെയ്യാം? NTPC കൂടെ ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി
സെക്ഷൻ കൺട്രോളർ പരീക്ഷ ഇത്തവണ നോട്ടിഫിക്കേഷൻ ഇട്ടുള്ള ഒരു എക്സാമാണ്. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അത് പോയി നോക്കാവുന്നതാണ്. മാത്സും റീസണിങ്ങും മാത്രം സിലബസ് ഉള്ള സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റ്. SSC JEയുടെ നോൺ ടെക്നിക്കൽ പാർട്ട് നിങ്ങൾ RRB JEയുടെ നോൺ ടെക്നിക്കൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് SSC JEക്കും കൂടെ ഉപകാരപ്രദമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി SSC JE RRB JE ബണ്ടിൽ ബാച്ച് വരെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതാണ് നോൺ ടെക്കിൻ്റെ അവസ്ഥ. നിങ്ങൾ RRB JEക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ RRB JEയുടെ ടയർ 1ൻ്റെ നോൺ ടെക്നിക്കൽ സിലബസസ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും എക്സാംസിന് അത് ഉപകാരപ്രദമായിരിക്കും. ഇത് മാത്രമല്ല, കേരള PSC പോലെയുള്ള പരീക്ഷകൾക്ക് മാത്സ് ആവശ്യമാണ്, റീസണിങ് ആവശ്യമാണ്, GK ആവശ്യമാണ്, അല്ലേ? കേരള PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ +2 ലെവൽ എക്സാംസിനൊക്കെ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാം അതിന് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഈ പറയുന്ന RRB JEയുടെ നോൺ ടെക്ക് കിടക്കുന്നത്. ടെക്കിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. RRB JEയുടെ ടെക്നിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി SSC JEയുടെ കുറേ ഭാഗങ്ങൾ കവറായി കിട്ടും. വരാനിരിക്കുന്ന KSEB സബ് എഞ്ചിനീയർ എക്സാമിൻ്റെ കുറേ ഭാഗങ്ങൾ കവറായി കിട്ടും. ഡ്രാഫ്റ്റ്സ്മാൻ ഇപ്പോൾ ഇനി അടുത്ത് വരാനിരിക്കുന്ന എക്സാമാണ്, അല്ലേ? അതിൻ്റെ ടെക്നിക്കൽ പോർഷൻസ് കവറായി കിട്ടും. AEയുടെ പോർഷൻസ് കവറായി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ RRB JEയുടെ ടെക്കും നോൺ ടെക്കും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എക്സാംസ് നിങ്ങളുടെ കൈവശം കിട്ടും ഒറ്റയടിക്ക്. മനസ്സിലാവുന്നുണ്ടോ? കേരള PSC പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗം ടെക്നിക്കൽ ഭാഗം കുറച്ചുകൂടെ ഉഷാറായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോൺ ടെക്ക് ഭാഗം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത്രയും അവസരങ്ങൾ കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. നോൺ ടെക്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്, പ്രത്യേകിച്ച് കേരള PSCയിലെ ജനറൽ PSC എഴുതുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ ഒന്നുകൂടെ സോളിഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാണുന്ന എക്സാംസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അവസരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, കാണാതെ പോകരുത്. ഇത് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ അവസരങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ പരീക്ഷയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അവസരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ, പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങളെ ജോലിയിൽ എത്തിക്കുന്ന കാര്യം നമ്മളേറ്റു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറയുന്ന 5 കോഴ്സുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനെപ്പോഴും കോഴ്സിൻ്റെ കാര്യം പറയുന്ന കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ എക്സാംസ് കഴിഞ്ഞ വർഷത്തെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്യാത്ത ആളുകളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രോപ്പറായിട്ട് പഠിച്ച് ഒരു ഷെഡ്യൂളോടുകൂടെ പഠിച്ച് നിങ്ങൾ നമ്മുടെ കോഴ്സ് എന്നല്ല, ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും പ്രോപ്പറായിട്ടൊരു 1 ഇയർ കോഴ്സ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് ഒരു ഷെഡ്യൂളോടുകൂടെ ഒരു എക്സാമിനെ സമീപിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ, എന്തെങ്കിലുമൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് അവിടെ നിന്ന് വേണമെന്നും എടുത്ത് വെച്ച് പഠിക്കുന്നതും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ആര് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മളെന്നല്ല, ആര് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. കാരണം ഒരു വർഷത്തെ കേസാണ്. ഒരു വർഷം കൃത്യമായി ഷെഡ്യൂളോടുകൂടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങളൊരു ജോലിക്കാരനാണ്. അപ്പോൾ ആ കാര്യം മനസ്സിലങ്ങ് ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരും ഉടനെ തന്നെ ഒരു തീരുമാനമെടുക്കുക. വിദ്യാരംഭമാണ്, എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുക. കോഴ്സിന് ജോയിൻ ചെയ്യാനാണെങ്കിൽ ജോയിൻ ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.